My dear students, today in biology class, we can study about the nervous system disorder Parkinson's. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ബയോളജി ക്ലാസ്സിൽ നമുക്ക് നാഡീവ്യവസ്ഥയുടെ തകരാറായ പാർക്കിൻസൺസ് എന്ന രോഗത്തെക്കുറിച്ച് പഠിക്കാം. Parkinson's disease is a progressive nervous system disorder that affects movement. ചലനത്തെ ബാധിക്കുന്ന പുരോഗമന നാഡി വ്യവസ്ഥയുടെ തകരാറാണ് പാർക്കിൻസൺസ് രോഗം. The symptoms start gradually. ലക്ഷണങ്ങൾ ക്രമേണ ആരംഭിക്കുന്നു. The symptoms may appear starting with a barely noticeable tremor in just one hand. ചിലപ്പോൾ ഒരു കൈയിൽ ശ്രദ്ധിക്കപ്പെടാത്ത വിറയലോടെ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നു. ട്രെമർ, TREMOR, ട്രെമർ, വിറയൽ. Tremor are common, but the disorder also commonly cause stiffness or slowing of movement. വിറയൽ സാധാരണമാണ്, പക്ഷേ ഈ തകരാറ് സാധാരണയായി ചലനത്തിൻ്റെ വേഗത കുറയ്ക്കുന്നു. What is the cause of this disease? എന്താണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ കാരണം? പാർക്കിൻസൺസ് is caused by the destruction of specialized ganglions in the brain. Production of dopamine, which is the neurotransmitter in the brain, get reduced. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശമാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ കാരണം. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപാദനം കുറയുന്നു. വാട്ട് ഈസ് ഗാംഗ്ലിയോൺ? എന്താണ് ഗാംഗ്ലിയോണുകൾ? എ ഗാംഗ്ലിയോൺ ഈസ് എ ക്ലസ്റ്റർ ഓഫ് നെർവ് സെൽസ്. നാഡീകോശങ്ങളുടെ ഒരു കൂട്ടമാണ് ഗാംഗ്ലിയോൺ. Parkinson's disease is caused by the loss of nerve cells in the brain. തലച്ചോറിൽ നാഡീകോശങ്ങൾ നഷ്ടപ്പെടുന്നതാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ കാരണം. Nerve cells in this part of the brain are responsible for producing a chemical called dopamine. തലച്ചോറിൻ്റെ നാഡീകോശങ്ങളാണ് ഡോപ്പമൈൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നത്. പാർക്കിൻസൺസ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ എ ലോസ് ഓഫ് നെർവ് സെൽസ് ഇൻ ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ കോൾഡ് സബ്സ്റ്റാൻഷ്യ നിഗ്ര. തലച്ചോറിലെ സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന ഭാഗത്തെ നാഡീകോശങ്ങൾ നഷ്ടപ്പെടുന്നതാണ് പാർക്കിൻസൺസ് രോഗത്തിന് കാരണം. The nerve cells in the substantia nigra produce the neurotransmitter dopamine and are responsible for relaying messages that plan and control the body movements. സബ്സ്റ്റാൻഷ്യ നിഗ്രയിലെ നാഡീകോശങ്ങൾ ന്യൂറോട്രാൻസ്മിറ്റർ അഥവാ നാഡീയ പ്രേഷകങ്ങളായ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുകയും ശരീരചലനത്തെ ആസൂത്രണം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സന്ദേശങ്ങൾ കൈമാറുന്നതിന് സഹായിക്കുന്നു. Nerve cell damage in the brain causes dopamine level to drop, leading to the symptoms of Parkinson's. തലച്ചോറിലെ നാഡീകോശങ്ങളുടെ കേടുപാടുകൾ ഡോപ്പമൈൻ അളവ് കുറയാൻ കാരണമാകുന്നു. ഇത്
പാർക്കിൻസൺസിന്റെ ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നു. പാർക്കിൻസൺസ് ഓഫൺ സ്റ്റാർട്ട്സ് വിത്ത് എ ട്രെമർ ഇൻ വൺ ഹാൻഡ്. ഒരു കയ്യിലെ വിറയലോടെയാണ് പാർക്കിൻസൺസ് പലപ്പോഴും ആരംഭിക്കുന്നത്. ദി അതർ സിംറ്റംസ് ആർ സ്ലോ മൂവ്മെന്റ്, സ്റ്റിഫ്നെസ് ആൻഡ് ലോസ് ഓഫ് ബാലൻസ്. മന്ദഗതിയിലുള്ള ചലനം, കാഠിന്യം, ബാലൻസ് നഷ്ടപ്പെടൽ എന്നിവയാണ് ഈ രോഗത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ. അറ്റ് വാട്ട് ഏജ് ഈസ് പാർക്കിൻസൺസ് യൂഷ്വലി ഡയഗ്നൈസ്ഡ്? It is not common to see Parkinson's disease in the people younger than 50. 50 വയസ്സിന് താഴെയുള്ള ആളുകളിൽ പാർക്കിൻസൺസ് രോഗം കാണുന്നത് സാധാരണമല്ല. People are diagnosed with the Parkinson's at an average age of 60. ശരാശരി 60 വയസ്സുള്ള ആളുകൾക്കാണ് പാർക്കിൻസൺസ് രോഗം കണ്ടെത്തുന്നത്. What are the symptoms of Parkinson's disease? പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽസ്, ഷിവറിംഗ് ഓഫ് ദി ബോഡി, പ്രൊഫ്യൂസ് സലൈവേഷൻ, ശരീര തുലനനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീര് ഒഴുകുക. വാട്ട് ആർ ദി അതർ സിംറ്റംസ് ഓഫ് പാർക്കിൻസൺസ് ഡിസീസ്? പാർക്കിൻസൺസ് രോഗത്തിൻ്റെ മറ്റു ലക്ഷണങ്ങൾ എന്തെല്ലാം? ട്രെമർ ക്യാൻ ഒക്കർ അറ്റ് റെസ്റ്റ് ഇൻ ഹാൻഡ്സ്, ലിംസ്. വിശ്രമിക്കുന്ന സമയത്തും കൈകൾ വിറയ്ക്കുന്നു, കാലുകൾ വിറയ്ക്കുന്നു. സ്റ്റിഫ് മസിൽസ്, കഠിനമായ പേശികൾ. ഡിഫിക്കൽട്ടി ഇൻ സ്റ്റാൻഡിങ്, നിൽക്കാൻ ബുദ്ധിമുട്ട്. വാക്കിംഗ് ഡിഫിക്കൽട്ടി, നടക്കാൻ ബുദ്ധിമുട്ട്. ഡിഫിക്കൽട്ടി വിത്ത് ബോഡിലി മൂവ്മെന്റ്സ്, ശാരീരിക ചലനങ്ങളിലെ ബുദ്ധിമുട്ട്. മസിൽ റിജിഡിറ്റി, പേശികളുടെ കാഠിന്യം. പ്രോബ്ലംസ് വിത്ത് കോഓർഡിനേഷൻ, ഏകോപനത്തിലെ പ്രശ്നങ്ങൾ. റിതമിക് മസിൽ കൺട്രാക്ഷൻസ്, താളാത്മകമായ പേശി സങ്കോചങ്ങൾ. സ്ലോ ബോഡിലി മൂവ്മെന്റ്, മന്ദഗതിയിലുള്ള ശാരീരിക ചലനം. ഡിഫിക്കൽട്ടി ഇൻ തിങ്കിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, സംസാരിക്കാനും ചിന്തിക്കാനുമുള്ള ബുദ്ധിമുട്ട്. ഫോളിങ്, വീഴൽ. ഫിയർ ഓഫ് ഫോളിങ്, വീഴാനുള്ള ഭയം. ട്രെംബ്ലിംഗ്, വിറയൽ. ഡിസ്റ്റോർട്ടഡ് സെൻസ് ഓഫ് സ്മെൽ ഓർ ലോസ് ഓഫ് സ്മെൽ, വികലമായ ഗന്ധം അല്ലെങ്കിൽ മണം നഷ്ടപ്പെടൽ. Is there any treatment for the Parkinson's disease? പാർക്കിൻസൺസ് രോഗം സുഖപ്പെടുത്താൻ ഏതെങ്കിലും വിധത്തിലുള്ള മരുന്നുകൾ ഉണ്ടോ? ട്രീറ്റ്മെന്റ് കൺസിസ്റ്റ് ഓഫ് മെഡിക്കേഷൻസ് ടു ഇൻക്രീസ് ഡോപ്പമിൻ. ഡോപ്പമിൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ അടങ്ങിയതാണ് ഈ രോഗത്തിൻ്റെ ചികിത്സ. മെഡിക്കേഷൻ ക്യാൻ ഹെൽപ്പ് കൺട്രോൾ ദ സിംറ്റംസ് ഓഫ് പാർക്കിൻസൺസ്. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ മരുന്നുകൾ സഹായിക്കും. ഡോപ്പമിൻ പ്രൊമോട്ടർ, സെൽഫ് കെയർ ആൻഡ് ഫിസിക്കൽ എക്സസൈസ് can be given
ടു ദ പേഷ്യൻസ്. ഡോപ്പമിൻ അടങ്ങിയ മരുന്നുകൾ, സ്വയം പരിപാലനത്തിനുള്ള കാര്യങ്ങൾ, കായിക അഭ്യാസം എന്നിവയിലൂടെ ഈ രോഗത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. ട്രീറ്റ്മെന്റ് ക്യാൻ ഹെൽപ്പ് the Parkinson's patients, but this condition can't be cured. This disease can last for years or be lifelong. ഇത് കുറേ വർഷത്തേക്ക് ഈ രോഗം നിലനിൽക്കും, അല്ലെങ്കിൽ ഇത് ജീവിതാവസാനം വരെ തുടരും. To identify this disease, lab tests or imaging are often required. ലബോറട്ടറി ടെസ്റ്റുകളും ഇമേജിംഗ് ടെസ്റ്റുകളും വഴി മാത്രമേ ഈ രോഗത്തെ കണ്ടെത്താനായി സാധിക്കൂ.